ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 25 അധ്യായം. ദൈവത്തിൻ്റെ അചഞ്ചലമായ വിശ്വസ്തത, ഉടമ്പടി വാഗ്ദത്തങ്ങൾ, അബ്രഹാമിലും ഇസ്സാക്കിലും കൂടെയുള്ള കർത്താവിൻ്റെ വംശാവലി, ഇവ 25 അധ്യായത്തിൻ്റെ പ്രത്യേകതകളാണ്. അബ്രഹാമിൻ്റെ മരണവും ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ജനനവും, നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും, ഒടുവിൽ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവിക രക്ഷണ്യ പദ്ധതിയുടെ വേദി ഒരുക്കപ്പെടുന്നതുമെല്ലാം ഈ അധ്യായത്തിലാണ് നമ്മൾ ദർശിക്കുന്നത്. അബ്രഹാമിന് ഹാഗാറിൽ ഇസ്മായേൽ ജനിച്ചത് കൂടാതെ കെതൂറയിൽ 6 മക്കൾ ജനിക്കുന്നു. 1 ദിനവൃത്താന്തം 1:32 പ്രകാരം അവളൊരു വെപ്പാട്ടിയാണെന്ന് കാണുന്നു. ഇസാക്ക് ജനിക്കുന്ന കാലത്ത് തന്നെ പ്രത്യുത്പാദന ശേഷി ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപാദിക്കപ്പെടുന്ന അബ്രഹാമിന് കെതൂറയിൽ കുട്ടികളുണ്ടായത് അതിനു മുൻപായിരിക്കണം എന്ന് കരുതപ്പെടുന്നു. അതെന്തായാലും കെതൂറയുടെ മക്കളിൽ ഒരാളായിരുന്നു മിദ്യാൻ്റെ സന്തതി പരമ്പരയാണ് മിദ്യാന്യർ. അവരുടെ ഒരു സംഘത്തിനാണ് ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും വലിച്ചു കയറ്റി അവൻ്റെ സഹോദരന്മാർ വിൽക്കുന്നത്. ഉൽപ്പത്തി 34:28. നിയമപരമായ ആദിജാതൻ എന്ന നിലയിൽ ഇസ്സാക്കിന് അബ്രഹാമിൻ്റെ സ്വത്തിൻ്റെ സിംഹഭാഗവും അവകാശമായി ലഭിച്ചു. അതുകൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്സാക്കിന് കിട്ടിയതായി 12 വാക്യത്തിലും ഉൽപ്പത്തി 26:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നു. ഇസ്മായേലിനും തനിക്ക് കെതൂറയിൽ ജനിച്ച 6 മക്കൾക്കും അബ്രഹാം ദാനങ്ങൾ കൊടുത്തതായി 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവരെ ഇസ്സാക്കിൻ്റെ അടുത്ത് നിന്ന് കിഴക്ക് ദേശത്തേക്ക് പറഞ്ഞയച്ചു. അബ്രഹാം 175 വയസ്സിൽ മരിച്ചു. ഇസ്സാക്കും ഇസ്മായേലും ചേർന്ന് അവനെ മക്പേല ഗുഹയിൽ സാറയെ അടക്കം ചെയ്ത സ്ഥലത്ത് അടക്കി. ദൈവം അബ്രഹാമിന് നൽകിയ ശാശ്വത ഉടമ്പടി പ്രകാരം അവൻ ഇസ്സാക്കിനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 17:19, എബ്രായർ 11:17. 26 അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉടമ്പടി വീണ്ടും ഇസ്സാക്കുമായി പുതുക്കുന്നത് കാണാം. ഇസ്സാക്ക് ബേർലഹയി രോയിക്കരികെ പാർത്തു. ഉൽപ്പത്തി 16:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഹാഗാറിനെ ദൈവദൂതൻ മരുഭൂമിയിൽ സന്ദർശിക്കുന്നത് ഇവിടെയാണ്. ജീവിക്കുന്നവനും എന്നെ കാണുന്നവനുമായവൻ്റെ കിണർ ഉള്ള സ്ഥലം. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്മായേലിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദത്തപുത്രനായ ഇസ്സാക്കിൻ്റെ വംശാവലി 19 വാക്യം മുതലുള്ള ഭാഗത്താണ് കാണുന്നത്. ഉൽപ്പത്തി 17 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാന പ്രകാരം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ പോലെ 49 അധ്യായം കാണുക. ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരയ്ക്കും 12 പ്രഭുക്കന്മാർ അവർക്ക് നേതൃത്വം നൽകുന്നതിനായി ജനിക്കുന്നു. അവർ അറേബ്യൻ ഉപദ്വീപും കനാനും മെസപ്പൊട്ടോമിയയ്ക്കും ഇടയ്ക്കുള്ള മരുപ്രദേശം ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തും വാസമുറപ്പിച്ചു. ഇസഹാക്ക് റബേക്കായെ വിവാഹം കഴിക്കുന്നത് 40 വയസ്സിലാണ്. ആ വിവാഹത്തിൻ്റെ വിശദാംശങ്ങൾ 24 അധ്യായത്തിൽ നാം വായിക്കുകയുണ്ടായി. റെബേക്ക മച്ചിയായിരുന്നതിനാൽ അവൾക്ക് വേണ്ടി ഇസാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തൽഫലമായി 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. 20, 26 എന്നീ വാക്യങ്ങൾ നോക്കുക. സാറായും റാഹേലും ലേയയും ഇതേപോലെയുള്ള വന്ധ്യതാ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷം മാത്രമാണ് വാഗ്ദത്ത സന്തതികൾക്ക് ജന്മം നൽകിയത്. റബേക്കയുടെ ഗർഭധാരണം വിഷമം പിടിച്ച ഒന്നായിരുന്നു. കുഞ്ഞുങ്ങൾ അവളുടെ വയറ്റിനുള്ളിൽ മത്സരിക്കുകയായിരുന്നു എന്ന് തോന്നത്തക്ക വിധമായിരുന്നു കാര്യങ്ങൾ. റബേക്ക ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹാഗാറിനോട് സംസാരിച്ചതുപോലെ ഉൽപ്പത്തി 16 അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഇവിടെ ദൈവം റബേക്കായോടും നേരിട്ട് സംസാരിക്കുന്നു. അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് 2 ജാതികൾ ഉദയം ചെയ്യുമെന്നും ഒരു വംശം മറ്റേ വംശത്തേക്കാൾ പ്രബലപ്പെടുമെന്നും
മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും യഹോവ അവളോട് അരുളി ചെയ്തു. 2 മക്കളുടെ ജനനം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു തുടർക്കഥയാണ്. ആദാമിൻ്റെയും ഹവ്വായുടെയും കാര്യത്തിലും ഉൽപ്പത്തി 4, യഹൂദയുടെയും താമാറിൻ്റെയും കാര്യത്തിലും ഉൽപ്പത്തി 38 27 മുതൽ 30 വരെ, യോസഫിൻ്റെ മക്കളുടെ കാര്യത്തിലും ഉൽപ്പത്തി 48 ഇത് തുടരുന്നു. അക്കാലങ്ങളിൽ ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നത് ഒരനുഗ്രഹമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പ്രാചീന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യജാതനാണ് മുൻഗണനയെങ്കിലും ഇവിടെ ദൈവം അനുഗ്രഹിക്കുന്നത് ഇളയവനെയാണ് എന്ന് നമുക്ക് കാണാം. ഒന്നാമനായി പുറത്തു വന്ന ഏശാവ് രോമാവൃതനും ചുവന്ന നിറമുള്ളവനുമായിരുന്നു. രോമമുള്ളവനായി പുറത്തു വന്നതുകൊണ്ടാണ് അവന് ഏശാവെന്ന് പേര് ലഭിച്ചതെന്ന് കിങ് ജെയിംസ് വേർഷൻ പറയുന്നു. യാക്കോബ് പുറത്തു വരുന്നത് ഏശാവിൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ്. കുതികാൽ എന്നതിന് എബ്രായ ഭാഷയിലുള്ള പദം യാക്കോബ് എന്ന് ആണ്. കുതികാൽ പിടിക്കുന്നവനെന്നോ ദൈവം അവൻ്റെ കാലുകളെ സംരക്ഷിക്കുന്നു എന്നോ ഇതിന് അർത്ഥമുണ്ടെന്ന് കരുതാം. ഉൽപ്പത്തി 27:36 യാക്കോബ് എന്നല്ലോ അവൻ്റെ പേര് എന്ന് ഏശാവ് പരിഹസിക്കുന്നുണ്ട്. ഒടുവിൽ ദൈവം അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കുന്നതായി നമുക്ക് കാണാം. ഉൽപ്പത്തി 32:28 ഏശാവ് സമർത്ഥനായ ഒരു വേട്ടക്കാരനും വനസഞ്ചാരിയുമായി വളരുന്നു. യാക്കോബാകട്ടെ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്ന കയീനും ഹാബേലും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള അന്തരം ഈ സഹോദരന്മാരിലും ദൃശ്യമാണ്. ഇസാക്കിന് ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചതുകൊണ്ട് അവനോട് സ്നേഹക്കൂടുതലുണ്ടായി. അതേസമയം റെബേക്ക സ്നേഹിച്ചത് യാക്കോബിനെയാണ്. ഏശാവ് ചുവന്നവനായിരുന്നു എന്ന് 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ചുവന്ന ഭക്ഷണത്തോടും അവന് പ്രിയമുണ്ടായിരുന്നു. അവന് അവകാശമായി ലഭിച്ച ദേശത്തിനും ചുവപ്പ് എന്നർത്ഥം വരുന്ന ഏദോം എന്നാണ് പേര് കിട്ടിയിരിക്കുന്നത്. ഉൽപ്പത്തി 36:8 നോക്കുക. ഒരു ദിവസം യാക്കോബ് രുചികരമായ ചുവന്ന നിറമുള്ള പായസം പാചകം ചെയ്ത സമയത്ത് ഏശാവ് വെളിം പ്രദേശത്ത് നിന്ന് ക്ഷീണിച്ചവശനായി അവിടെ വന്നെത്തി. വിശപ്പും അവശതയും ഉണ്ടായിരുന്ന ആ സമയത്ത് ചുവന്ന പായസം കൂടി കണ്ടതോട് അവന് കൊതി അടക്കാൻ കഴിഞ്ഞില്ല. ആ പായസത്തിൽ കുറെ അവൻ സഹോദരനോട് ചോദിച്ചു. പായസത്തിന് പകരമായി യാക്കോബ് ആവശ്യപ്പെട്ടത് അവൻ്റെ ജ്യേഷ്ഠാവകാശമായിരുന്നു. ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ പ്രാധാന്യം ഗണ്യമാക്കാൻ കൂട്ടാക്കിയില്ല. താൽക്കാലിക തൃപ്തിക്ക് വേണ്ടി അവനത് അനുജന് വിറ്റുകളഞ്ഞു. ക്രിസ്തുകാല തൽക്ഷണ സംതൃപ്തിക്കായി ക്രിസ്തുവിലൂടെയുള്ള വിലപ്പെട്ട ആത്മീയ നേട്ടങ്ങൾ ത്യജിക്കാനുള്ള പ്രലോഭനത്തെ ചെറുത്തുകൊണ്ട് ആത്മീയ പൈതൃകത്തെ വിലമതിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ അടിവരയിട്ട് ഉയർത്തിക്കാണിക്കപ്പെടുന്നത്. തൻ്റെ തീരുമാനത്തിൽ പിന്നീട് ഏശാവിന് ഖേദിക്കേണ്ടി വന്നതുപോലെ ക്രിസ്തുവിൽ നിന്നകന്നു പോയാൽ നിത്യജീവൻ നഷ്ടപ്പെടുകയും അഗാധമായ ഖേദത്തിന് നമ്മൾ ഇരയാവുകയും ചെയ്യും. ആദിജാതന് ജന്മാവകാശമായി ലഭിക്കുന്ന ഇരട്ടി അവകാശവും ദൈവം ഇസാക്കിന് നൽകിയ നിത്യ ഉടമ്പടിയുടെ അവകാശവും ഏശാവ് ഗണ്യമാക്കിയില്ല. അത് അവൻ്റെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ വാഗ്ദത്തങ്ങളെ അലക്ഷ്യമാക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.